ഇവിടെ ജോലി തേടി വരുന്നവർക്ക് അക്കോമഡേഷൻ വേണം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ ഏത് സ്ഥലത്ത് അക്കോമഡേഷൻ എടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഏതൊരു സ്ഥലത്ത് അക്കോമഡേഷൻ എടുത്തു കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഉണ്ടാകുക എന്നുള്ളത് അറിയോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കും, നിങ്ങൾക്ക് എന്താണെന്നുണ്ടെങ്കിലും ഹെൽപ്ഫുൾ ആവും. ജോലി നോക്കി വരുന്നവർ എന്താണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ട് തന്നെയായിരിക്കും. മെട്രോ അല്ലെന്നുണ്ടെങ്കിൽ ബസ്. ടാക്സി കൂടുതൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. നല്ല എക്സ്പെൻസീവ് ആയിരിക്കും, നമ്മുടെ ബഡ്ജറ്റൊക്കെ ആകെ തകരാറിലാകും. അപ്പം എപ്പോഴും നമ്മൾ മെട്രോ അല്ലെന്നുണ്ടെങ്കിൽ ബസ് തന്നെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഒരുമാതിരിപ്പെട്ട ഇപ്പൊ ദുബൈയിലാണ് ജോലി നോക്കുന്നതെങ്കിൽ ഈ ഒരു എമിറേറ്റിൽ എന്താണെന്നുണ്ടെങ്കിലും എല്ലായിടത്തും നമുക്ക് മെട്രോ ആക്സസും അതുപോലെ തന്നെ ബസ് ആക്സസും കാണും. പിന്നെ ചില ഏരിയാസ് ഒക്കെ ഉള്ള ഇൻഡസ്ട്രിയൽ ഏരിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണില്ല. താമസ സൗകര്യം നോക്കുമ്പോഴത്തേക്കും എപ്പോഴും ഒന്നെങ്കിൽ ബസ് സ്റ്റേഷന്റെ അടുത്ത് അല്ലെന്നുണ്ടെങ്കിലും മെട്രോയുടെ അടുത്ത് ഒക്കെ താമസിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതാകുമ്പോൾ നമുക്ക് എല്ലായിടത്തും ഒരു ആക്സസ് ഉണ്ടാവും. നമ്മൾ താമസിച്ചുകൊണ്ടിരുന്ന മോൾ ഓഫ് ദി എമിറേറ്റ്സിന്റെ അടുത്താണ് കേട്ടോ. അപ്പം അവിടെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പൊ ബിസിനസ് ബേ പോകണമെന്നുണ്ടെങ്കിലും എളുപ്പമായിരിക്കും. വേറെ ഏത് വശത്തേക്കും പോകണമെന്നുണ്ടെങ്കിലും വളരെ എളുപ്പമായിരിക്കും. ബസ്സിന്റെ ആക്സസും ഉണ്ട്, അതുപോലെ തന്നെ മെട്രോ ആക്സസും ഉണ്ടായിരുന്നു. ബിസിനസ് ബേ എന്ന് പറയുന്നത് കുറച്ച് കൂടുതലും ടോപ്പ് കമ്പനീസ് ഒക്കെ അത്യാവശ്യം ഉള്ള ഒരു ഏരിയാസ് ആണ്. ഒരുമാതിരിപ്പെട്ട വലിയ വലിയ കമ്പനീസിന്റെ ഒക്കെ ഓഫീസ് ബിസിനസ് ബേ ആണ്. ഇഷ്ടംപോലെ കമ്പനീസും ഒക്കെ ഉണ്ടാവും. കുറച്ച് നല്ല ഏരിയയും കൂടെയാണ്, ഒരുപാട് കമ്പനീസ് ഒക്കെ ഉള്ള ഏരിയ ആണ്. അപ്പൊ ആ വശത്തോട്ട് ആക്സസ് ഉണ്ടാകാനായിട്ടും കൂടുതൽ നമുക്ക് താമസിക്കുന്നത് മോൾ ഓഫ് ദ എമിറേറ്റ്സ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ പോക്കുവരവ് വളരെ എളുപ്പമായിരിക്കും. മോൾ ഓഫ് ദ എമിറേറ്റ്സ് എന്ന് പറയുന്നത് റെഡിന്റെയും ഗ്രീനിന്റെയും ഏകദേശം ഇടയ്ക്കായിട്ട് വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് വശത്തേക്കും പോകാനായിട്ട് വളരെ നല്ല എളുപ്പമായിരിക്കും. കുറച്ച് ടൈമേ എടുക്കത്തുള്ളൂ. അപ്പം ഓൾവേസ് ആ ഒരു ഏരിയ ചൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ കുറെ പേര് ദേറ ഏരിയയും നോക്കാറുണ്ട്, അതും നല്ലതാണ്. കാരണം കുറച്ചുകൂടെ റെന്റും ഫുഡും ഒക്കെ കുറച്ചുകൂടെ ചീപ്പർ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഓപ്ഷൻസും നോക്കാറുണ്ട് ആൾക്കാർ. അപ്പം ദേറ നോക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും പർഷയാണ് ചൂസ് ചെയ്തത്. അത് കുറച്ചുകൂടെ ഒരു കൺവീനിയന്റ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ റെന്റ് കുറവാണല്ലോ എന്ന് വെച്ച് ഒരുപാട് ഇൻഡസ്ട്രിയൽ ഏരിയ ഒന്നും പിടിക്കാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഇന്റർവ്യൂ കോൾ ഒക്കെ പെട്ടെന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് പോക്കുവരവ് ഭയങ്കര ബുദ്ധിമുട്ടാവും. എപ്പോഴും നമ്മൾ ടാക്സി ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആകും, നമ്മുടെ കയ്യിൽ നിൽക്കില്ല, അതുപോലെ എക്സ്പെൻസ് ഉണ്ടാവും. അപ്പൊ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. തൊട്ടടുത്ത് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഉള്ള അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഉള്ള ഏരിയ തന്നെ ചൂസ് ചെയ്യുക. ഇപ്പൊ ഫുഡ് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാം അടുത്തടുത്ത് കിട്ടുന്ന ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. എന്താണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒത്തിണങ്ങിയ ഒരു സ്ഥലമാണ് ബർഷ എന്ന് പറയുന്നത്. അപ്പം ബർഷ എന്താണെന്നുണ്ടെങ്കിലും നല്ലൊരു ഓപ്ഷൻ ആണ് ജോലി നോക്കുന്നവർക്ക്. പിന്നെ വേറൊരു ഓപ്ഷനാണ് അൽഗേൽ ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു അൽക്കൂസിന്റെ ഒക്കെ ആ ഒരു ഭാഗം അവിടെയും അത്യാവശ്യം നല്ല ഏരിയ തന്നെയാണ്. അപ്പോൾ ആ ഏരിയയിൽ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ ബർഷയിലോട്ടും ആക്സസ് ഉണ്ട്, അതുപോലെ തന്നെ ജുബൈറ ഭാഗത്തോട്ടും ഒക്കെ ആക്സസ് ഉണ്ട്. അപ്പോൾ അതാണെന്നുണ്ടെങ്കിലും നല്ലതാണ്. പിന്നെ കുറച്ച് ലെങ്തി ആയിരിക്കും, ബർഷ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നമ്മൾ യാത്ര ചെയ്ത് പോകേണ്ടതായിട്ട് വരും. പിന്നെ അതാണ് ഒരു ഇതെന്ന് പറയുന്നത്. എന്നാലും ബർഷ പോലെ തന്നെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് അൽഗേൽ ഗേറ്റ് ഏരിയ എന്ന് പറയുന്നത്. പിന്നെ കൂടുതൽ പേരും വരുന്നത് കാണുന്നത് അൽനഹദ ഏരിയ അല്ലെങ്കിൽ ഷാർജ ഏരിയയിലേക്ക് വരുന്നത് കൊണ്ട് കുഴപ്പമില്ല, നമുക്ക് കുറച്ചുകൂടെ ചീപ്പർ ഓപ്ഷൻസും കാര്യങ്ങളും ഒക്കെ കിട്ടും. പക്ഷെ ഇപ്പൊ ഷാർജയിലേക്കാണ് നിങ്ങൾ ജോലി നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഷാർജ തന്നെ നിന്ന് നോക്കുന്നതായിരിക്കും നല്ലത്. ദുബൈയിലേക്ക് നിന്ന് നോക്കാതിരിക്കുക. പിന്നെ ഇൻ കേസ് നിങ്ങൾ ദുബൈ തന്നെയാണ് ജോലി നോക്കുന്നതെന്ന് അൽനഹദ കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ട്രാവൽ എക്സ്പെൻസ് ഒരുപാടാകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൽനഹദ എന്ന് പറയുന്നത് ഗ്രീൻ ലൈൻ ആണ്, കുറച്ചുകൂടെ ഇനി അങ്ങേ അറ്റമാണ്. അതായത് ദുബൈയുടെ മറ്റേ പോർഷ് ആയിട്ടുള്ള ഏരിയാസോ അല്ലെന്നുണ്ടെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൂടുതലുള്ള ഏരിയ എന്ന് പറയുന്നത് അപ്പുറത്തെ സൈഡിലേക്കായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും പോക്കുവരവ് ഭയങ്കര ബുദ്ധിമുട്ടാകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മള് നമ്മുടെ താമസ സൗകര്യത്തിനകത്ത് കുറയ്ക്കുന്ന പൈസ നമ്മൾക്ക് കൂടുതലായിട്ട് നമ്മുടെ ട്രാവലിങ്ങിനായിട്ട് പോകും. അപ്പൊ ആ ഒരു ഓപ്ഷൻ നോക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഷാർജ ഏരിയയിലോട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അൽനഹദ കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഓൾവേസ് നിങ്ങൾ ഷാർജ തന്നെയാണ് നോക്കുന്നതെങ്കിൽ ഷാർജയ്ക്കകത്ത് തന്നെ കിടക്കുന്നതാണ് ബെറ്റർ. പിന്നെ അതുപോലെ തന്നെ ചില ഏരിയാസ് ഉണ്ട് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാകും, റെസിഡൻഷ്യൽ മിക്സഡ് ആയിരിക്കും. അങ്ങനത്തെ കുറെ ഏരിയാസ് ഉണ്ട്. അങ്ങനത്തെ ഒരു ഏരിയ ആണ് ദുബായ് സിലിക്കൺ ഒയാസിസ്. അവിടെ ഒരുപാട് എന്താ പറയുക, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇബ്സ, അതായത് നമ്മുടെ ഫ്രീ സോണും കാര്യങ്ങളും ഒക്കെ ദുബായ് സിലിക്കൺ ഒയാസിസ് ആണ്. പക്ഷേ റെസിഡൻഷ്യൽ ഏരിയാസും ഇഷ്ടംപോലെ ഉള്ള ഏരിയ തന്നെയാണ് ഈ ദുബായ് സിലിക്കൺ ഒയാസിസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഉള്ള ഏരിയാസ് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ട്രാവലിംഗ് കുറയ്ക്കാനും പറ്റും. പക്ഷെ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ആ ഒരു ഏരിയ തന്നെ നമുക്ക് ജോലി കിട്ടുമെന്ന് ഉറപ്പിക്കാനും പറ്റില്ലല്ലോ.
അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ സേഫ് സോൺ ആയിട്ട് നിങ്ങൾക്ക് ട്രാവലിങ്ങിന് ബുദ്ധിമുട്ടില്ലാത്തത്, അതുപോലെ തന്നെ ഫുഡ് റിലേറ്റഡ് കാര്യങ്ങൾ, ഇപ്പൊ ഗ്രോസറി കാര്യങ്ങളൊക്കെ അടുത്ത് അല്ലെന്നുണ്ടെങ്കിൽ നാട്ടിൽ നമുക്ക് പൈസ വരണം അയക്കണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിനെല്ലാം പറ്റി, അതായത് ഒരുപാട് ട്രാവലിങ് വരാതെ നമുക്ക് അന്ന് എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെ ഉള്ള രീതിക്ക് ഉള്ള ഒരു സ്ഥലത്ത് താമസിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് ബർഷ എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ആൾക്കാരുടെ അടുക്ക ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് ബർഷയിൽ തന്നെ നിൽക്കാനേ പറയുള്ളൂ, കുറച്ചുകൂടെ നല്ലതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൽഗേൽ കേറ്റും നല്ല ഒരു ഓപ്ഷനാണ്. അപ്പൊ ഈ രണ്ട് ഏരിയ ആണ് കുറച്ചുകൂടെ നിൽക്കാൻ നല്ലത്. പിന്നെ അതുപോലെ ദേറയും നല്ലതാണ്, ഇല്ല എന്ന് പറയുന്നില്ല, ദേറയും നല്ലത് തന്നെ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഈ ഒരു 3-4 ഏരിയാസ് ആണ് കുറച്ച്. അപ്പൊ ഫ്രഷേഴ്സ് ഒക്കെ ജോലി നോക്കി വരുമ്പോഴത്തേക്ക് ഈ സ്ഥലത്തൊക്കെ താമസിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ജോലി നോക്കാനായിട്ട് കുറച്ചുകൂടെ എളുപ്പം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ ബൈ.